പ്രയത്തില്ലാത്തോണ്ട് ആരും എടുക്കുന്നില്ല. പ്രയത്ത് അടിക്കണം, പ്രയത്ത് വേണം. അതുപോലെ നമുക്ക് കമ്മിഴങ്ങും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരം മേടിക്കാൻ പോലും വലിയ പാടാ. ടിക്കറ്റ് നല്ല പോലെ വിൽപ്പന ഉണ്ടായിരുന്നു. ഇപ്പം 50 രൂപ ആയി. പിന്നെ പ്രൈസുകളും കുറച്ചേ കൊണ്ട് കച്ചവടം വളരെ വളരെ മടുപ്പാണ്. ഞാൻ തന്നെ പിന്നെ സത്യം പറഞ്ഞാൽ 4 മാസമായി ഞാൻ വിൽക്കാൻ. എനിക്ക് ஒரு 100 ரூபா പ്രൈസ് കിട്ടും. ஒரு ஒரு 100 ரூபா சாப்பாடுனாலும் சாப்பிடுவேன் இதுக்கு முன்னாடி. இப்போ வருமானம் குறையும் போது சரி இல்லையா ஒரு 70 ரூபா சாப்பிடுவேன். அப்போ அவங்களால இந்த வேலையை விட்டு போகவும் முடியாது, வேறு വഴി ഇല്ലാமல் ചെയ്യേണ്ടി വരും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നത്. ചില ദിവസം 80, 60, 70 ടിക്കറ്റൊക്കെ മിച്ചം ഒന്നും ചെയ്തിരുന്നില്ല. ഞങ്ങൾ വേണ്ടി അതിനുവേണ്ടി ഞങ്ങൾ ഒത്തിരി സമരങ്ങളൊക്കെ നടത്തിയതാണ്. അതൊന്നും വിജയിച്ചില്ല. ഈ കൊണ്ട് നടന്ന് വിൽക്കുന്നവർ എല്ലാവരും കച്ചവടം നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത തവണ പിണറായി സർക്കാർ വിജയത്തിൽ എത്താൻ സാധ്യതയുണ്ടോ? ഒരു പ്രതീക്ഷയും കിട്ടുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് GST പരിഷ്കരണം കൊണ്ടുവന്നപ്പോൾ ഏറ്റവും അധികം പ്രയോജനം ലഭിക്കേണ്ടത് സാധാരണക്കാരായ ജനങ്ങൾക്കായിരുന്നു. എന്നാൽ അത് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത് കേരളത്തിൽ ലോട്ടറി വിൽക്കുന്ന സാധാരണക്കാരായ ലോട്ടറി തൊഴിലാളികളെയാണ്. അന്നന്നത്തെ ജീവിതം മുന്നോട്ട് തള്ളി നിൽക്കാൻ പാടുപെടുന്ന ഇവർക്ക് ഇതൊരു വലിയ തിരിച്ചടിയായി തന്നെയാണ് നേരിടുന്നത്. നമുക്ക് GST പരിഷ്കരണവും ലോട്ടറിയിൽ ഉയർന്നു വന്ന വിലയും എല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ടിക്കറ്റ് നല്ല പോലെ വിൽപ്പന ഉണ്ടായിരുന്നു. ഇപ്പം 50 രൂപ ആയി. പിന്നെ പ്രൈസുകളും കുറച്ചേ കൊണ്ട് കച്ചവടം വളരെ വളരെ മടുപ്പാണ്. മിച്ചം വരുന്നുണ്ടോ? മിച്ചം വരുന്നുണ്ട്. ഇന്നലെയൊക്കെ എനിക്ക് 46 ടിക്കറ്റാണ് മിച്ചം വന്നത്. ആ നഷ്ടം എങ്ങനെ നിങ്ങൾ എന്നാ ഞാൻ എൻ്റെ കയ്യിരുന്ന് പോയി. വീട്ടിൽ 10 രൂപ കൊടുക്കാനില്ല. കടക്കാർക്ക് പൈസ കടം പറഞ്ഞ് ആണ് എടുത്തുകൊണ്ട് വരുന്നത്. എന്നാ ചെയ്യാനാ? അപ്പം നേരത്തെ നല്ല ഇച്ചിരി കമ്മീഷൻ ഉണ്ടായിരുന്നു. ഇപ്പം തീരെ വളരെ കുറവ്. ഒരു ടിക്കറ്റിലാണ്ട് 1 രൂപ 30 പൈസ കുറച്ചു. പിന്നെ TCക്കും പൈസ കുറച്ചു. വേറെ മാർഗ്ഗം ഇല്ലാനായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുക. വീട്ടിലേക്കുള്ള സാധനം മേടിക്കാൻ പോലും പറ്റുന്നില്ലെന്നല്ല, അത് തന്നെ സത്യമാണ്. വീട്ടിൽ ഒരു 10 രൂപ കൊടുക്കാനും പോലെ എന്നെ കൊണ്ട് കഴിയുന്നില്ല. നിങ്ങൾ എന്തിനാണ് ഈ കച്ചവടത്തിന് പോകുന്നത്? ഏതെങ്കിലും പണിക്ക് പൊയ്ക്കൂടെ വന്ന് ഒരു സ്ഥലത്ത് ജോലിയും കിട്ടുന്നില്ല. അപ്പോൾ എനിക്കും പ്രായമായിപ്പോയി, 68 വയസ്സായി. അപ്പോൾ എന്നെക്കൊണ്ട് വേറെ ജോലിക്ക് ആരും വിളിക്കുന്നുമില്ല. അഥവാ കട്ടിപ്പണികൾ ചെയ്യാനും എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഈ പണിക്ക് ഇറങ്ങി. ഇത് തന്നെ ഇപ്പോൾ ഇന്ന് 150 ടിക്കറ്റ് എടുത്തതാണ്. 60 ടിക്കറ്റ് 90 ടിക്കറ്റ് കണ്ടത്. ബാക്കി ടിക്കറ്റ് കയ്യിലുണ്ട്. സമയം ഇപ്പോൾ തന്നെ 12 ഇത് വിറ്റ് തീർക്കുമല്ലെന്ന് എനിക്കറിയാമല്ല. സർക്കാർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇപ്പം അല്ല എല്ലാവരും മേടിക്കുന്നവരല്ലോ. ഇത് എന്തിനാണ് എടുക്കുന്നത്? സർക്കാരിന് പൈസ കൊടുക്കാന്നല്ലാതെ എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല, ഒന്നുമില്ല, ആർക്കും കിട്ടുന്നില്ല. പിന്നെ നിങ്ങളൊക്കെ ഓർത്താൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടൊക്കെ എടുക്കുന്നതെന്ന് അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ പറയാറുണ്ട്. അല്ലാതെ പ്രൈസ് കിട്ടണമെന്നില്ല. ഞങ്ങളെ സഹായിക്കാമെന്നല്ലാതെ നിങ്ങൾക്കൊരു 10 രൂപ കിട്ടിക്കോട്ടെ എന്നും പറഞ്ഞാൽ കൊണ്ടുവന്നിട്ടൊക്കെ എടുക്കുന്നവരുണ്ട്. 5, 6 എടുക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാവരും വാർത്ത ഇതാണ്. ശരിക്കും അരി മേടിക്കാൻ പോലും പറ്റുന്ന അവസ്ഥയായി. ഇത് എന്തിനാണ് മേടിക്കുന്നത്? സർക്കാർക്ക് കൊടുക്കാമെന്നല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല. ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് ഒരു 100 രൂപ അടിച്ചിട്ടുണ്ടാകുന്നു. ഞാൻ തന്നെ പിന്നെ സത്യം പറഞ്ഞാൽ 4 മാസമായി ഞാൻ വിൽക്കാൻ. എനിക്ക് ഒരു 100 രൂപ പ്രൈസ് കിട്ടിയിട്ട് 1 രൂപ പോലെ പ്രൈസില്ല. എന്നോട് സ്ഥിരമായിട്ട് എടുക്കുന്നവരെല്ലാം ഒരു 100 രൂപ പോലെ അടിക്കുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങളോട് എടുക്കുന്നത് എന്നും പറഞ്ഞ് മാറുന്നവരുണ്ട്. പിന്നെ എൻ്റെ അവസ്ഥകൾ കണ്ട് 5 എടുക്കുന്നവർ 2 ടിക്കറ്റോ 1 ടിക്കറ്റൊക്കെ സഹായിക്കുക. എന്നാൽ പോവുക. പിന്നെ എന്നാ ചെയ്യാനാ? തീരെ മടുപ്പാണ്. ഇതിങ്ങനെ പോയാൽ മുന്നോട്ട് നീങ്ങുന്ന പാടാണ്. കുറച്ചൊക്കെ എടുക്കുന്നവർക്ക് എന്തെങ്കിലും പ്രൈസ് കിട്ടണം. അതുകൊണ്ട് ഞാൻ സർക്കാരിനെ കുറ്റം പറയുന്നതെന്നല്ല. സർക്കാർ കുറച്ചൊക്കെ പ്രൈസ് എടുക്കുന്നവർക്ക് കിട്ടണ്ടേ? എനിക്ക് 10 രൂപ കിട്ടുന്ന പോലെ അവർക്കും കിട്ടണ്ടേ? ഇന്നില്ലെങ്കിൽ നാളെ കിട്ടണം. എന്നോടൊന്നല്ല ആരോടെങ്കിലും അവർ എടുക്കും. ഇതിപ്പോൾ ഒത്തിരി പ്രൈസ് കുറവായതുകൊണ്ട് மடுப்போம். ஆனால் டைம் 2 மணிக்கு தான் யோசிப்பாங்க எல்லாரும். 1:15க்கு தொடங்கிட்டாங்க. அப்போது எல்லோரும் சோறு உண்டுட்டு வரதுக்கு மணி 1:30க்கு வராங்க. அங்கே ரிசல்ட் ஓடிட்டு இருக்கு. எப்படி டிக்கெட் வைக்கும்? 2 மணி தான் அவங்க எல்லாரும் நினைப்பாங்க. சரி டேட் தான் மாற்றி வச்சிருக்காங்க, டைம் 2 மணி தான் அப்படின்னு சொல்லிட்டு வராங்க. சோறு சாப்பிட்டு வரும்போது இங்கே ரிசல்ட் ஓடிக்கிட்டு யாருமே எடுக்கல. நிறைய டிக்கெட் மிச்சம் ஆகிடுச்சு. எனக்கு மொத்தம் 15 டிக்கெட் மிச்சம். அது வந்து லாபம் ஒன்றும் இல்லை. എല്ലാ ദിവസവും ഇതുപോലെ ടിക്കറ്റ് മിച്ചം വരാറുണ്ട്? மிச்சம் வரும். அதாவது இது GST அது விலையில் கூடின பிறகு அவ்வளோ ஒன்றும் வியாபாரம் இல்லை. எடுக்கிறதுல பாய் தான். முன்னாடி ஒரு 300 டிக்கெட் விட்டோம்னா இப்போ ஒரு 170, 180 டிக்கெட் ஆகலாம். விற்க முடியல. அதை எடுக்கிறவங்களும் விலை நம்ம அவங்களுக்கு ரொம்ப குறைக்க முடியாது. ஒரு செட்டு 600 ரூபான்னு சொல்லும்போது எடுக்க மாட்டாங்க. அந்த விஷயம் 600 ரூபா எடுக்க யோசிப்பாங்க. ஏதாவது ஒரு டிஸ்கவுண்ட் இருக்கும் அப்படின்னு சொல்லி அவங்க எதிர்பார்ப்பாங்க.
நம்ம டிசிஷன் கொடுக்கும்போது நமக்கு சம்பளம் இல்லாமல் போயிடும். வண்டி பெட்ரோல், நமக்கு சாப்பாடு, ரூம் வாடகை, சும்மா ஏதோ போகுது. ஒரு 500 காசு கூட ஒரு நாளைக்கு நிற்காது. இப்போ டிசியும் ஒன்றும் பெருசாக இல்லை. டிசி இதுக்கு முன்னாடி 12 சேம் அடித்தா 7200 கிடைக்கும். இப்போ 5400 அப்படிங்கும்போது அது எங்கே ஃப்ரிட்ஜ் அடிச்சு எங்கே டிசி ரொம்ப போகுது. ஒரு 42.65 இருந்துச்சு, இப்போ 43.65 ஆயிடுச்சு ரேட்டு. அப்படிங்கும்போது அதில் வருமானம் குறை வந்துருச்சு. ஒரு 30 கிட்ட விற்றா அதுக்கு முன்னாடி ஒரு 200 கிடைக்கும். இப்போ 150 160 ரூபா ஈஸியாக. அந்த கேரள கவர்மெண்ட் சர்க்கார் துரோகம் பண்ண போல தெரியுதா? இல்லை அவருக்கு நம்ம துரோகம் சொல்ல முடியாது. அவருக்கு இஷ்டம் இருக்கவர் விற்கட்டும், இல்லைன்னா போட்டோம், அந்த மாதிரி இருக்குது. நமக்கு இஷ்டம் இருந்தால் தானே இது செய்யப்படும். யாரையும் நம்ம ஃபோர்ஸ் பண்ணி நீ இந்த காட்டு வியாபாரம் தான் பார்க்கணும் அப்படின்னு சொல்லலை. இருந்தாலும் கொஞ்சம் ஒரு விற்கிறவங்களுக்கு நம்மள மாதிரி ஆள் இந்த வேலை இல்லைன்னா வேறு வேலைக்கு போயிடலாம். இந்த இவர் அச்சாரம் மாதிரியா இந்த அம்பச்சி மாதிரி கையாள முடியாதவங்க அவங்க என்ன வேலைக்கு போவாங்க? அவங்களுக்கு லாபம் குறையும் போது அப்போது அவங்களால இந்த வேலையை விட்டு போகவும் முடியாது. வேறு வழி இல்லாமல் செய்ய வேண்டியது. ஜீவதிக்கு ரொம்ப கஷ்டம் இருக்கா? ஆமாம், கண்டிப்பாக வருமானம் குறையும் போது யாராக இருந்தாலும் கஷ்டம் கொடுக்கலாங்க. நம்ம இப்போ இதுக்கு முன்னாடி கொஞ்சம் நல்ல செலவுல இப்போ ஒரு 100 சாப்பாடுனாலும் சாப்பிடுவேன் இதுக்கு முன்னாடி. இப்போது வருமானம் குறையும் போது சரி எங்கேயா ஒரு 70 சாப்பாடு கிடைக்குமா அப்படி யோசிக்க வேண்டிய வந்துடுங்களா? செலவு பண்ண யாருக்காக இருந்தாலும் சம்பளத்துக்கு நீங்கள் ஒரு 10,000 வாங்கிட்டு இருக்கீங்க, அதே சம்பளம் 7,000 ஆகும்போது அப்போ நம்ம செலவு பண்ண யோசிக்க வேண்டிய வந்துடும். அந்த மாதிரி ആയി. റേറ്റ് കൂട്ടുകയും ചെയ്തു, നിങ്ങളുടെ DC പ്രൈസ് കുറയ്ക്കുകയും ചെയ്തു. എല്ലാം കുറയ്ക്കുകയും ചെയ്തു. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാ ദിവസവും ടിക്കറ്റ് വിറ്റ് തീരുന്നുണ്ടോ? ഇല്ല, എല്ലാ ദിവസവും ടിക്കറ്റ് വിറ്റ് തീരുന്നില്ല. ചില ദിവസം 80, 60, 70 ടിക്കറ്റൊക്കെ മിച്ചം വരും. അത് നഷ്ടമാണ്. അത് നമുക്ക് നഷ്ടമാണ്. നേരത്തെ ആയിരുന്നപ്പോഴത്തേക്ക് നമുക്ക് നല്ല കച്ചവടമായിരുന്നു. ഇപ്പം വളരെ മോശമായി കച്ചവടം. അപ്പൊ സർക്കാർ ഈ വക കാര്യങ്ങളൊന്നും ഇപ്പൊ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അത് അവർ കേന്ദ്രീകരിക്കുന്നത് ഒന്നും ഒരു വല്ലാത്ത രീതിയിലുള്ള ഇതാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് മാത്രമാണ് വരുമാന മാർഗമുള്ളൂ. ഇത് മാത്രമേ നമുക്ക് വേറെ വരുമാന മാർഗമൊന്നും നമുക്കില്ല. അപ്പോൾ ഇപ്പോൾ സർക്കാർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരേണ്ടതല്ലേ? കാരണം പ്രൈസ് കൂട്ടുക അല്ലെങ്കിൽ അതെല്ലാം ചെയ്യേണ്ടതല്ലേ? പക്ഷേ തീർച്ചയായിട്ടും ചെയ്തു തരേണ്ടതാണ്. അത് അവർ ഒന്നും ചെയ്തിരുന്നില്ല. അതിനുവേണ്ടി ഞങ്ങൾ ഒത്തിരി സമരങ്ങളൊക്കെ നടത്തിയതാണ്. അതൊന്നും വിജയിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണ് ഈ മേഖലയിൽ. സർക്കാർ നിങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചാണ് ഇതുപോലത്തെ കാര്യങ്ങൾ നടത്തുന്നത്, ബാക്കിയുള്ള മേഖലകളിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടോ? തോന്നലുണ്ട്. ബാക്കിയുള്ള മേഖലയിലേക്ക് അവർ മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് തന്നെയല്ല ഈ ഹോൾസെയിൽ കണ്ടമാനം ഹോൾസെയിലുകാരൊന്ന് കൊണ്ടുപോകാൻ ടിക്കറ്റ്. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ തന്നെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുമാണ്. ഹോൾസെയിലുകാർ മൊത്തം കൊണ്ടുപോകുന്നത് കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാണ് ചില സമയങ്ങളിൽ. ഇനി സർക്കാർ എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്തു തരുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? അങ്ങനെ ചെയ്തു തരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നഷ്ടം സഹിച്ച് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും നഷ്ടമാണ്. ആഴ്ച 2-3 ദിവസമൊക്കെ ടിക്കറ്റ് മിച്ചം വരും. ചില ദിവസങ്ങളിൽ ഫുള്ള് പോകും, ചില ദിവസങ്ങളിൽ ഫുള്ള് പോകത്തില്ല. അപ്പോൾ ഇതിൽ സർക്കാർ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അത് തീർച്ചയായിട്ടും സർക്കാർ അതിനോട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ചേട്ടാ, ഇപ്പോൾ പുതിയ ലോട്ടറിയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി, പ്രൈസ് മീൻസ് നമ്മുടെ വില കൂട്ടി, പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന DC പ്രൈസും എല്ലാം കുറച്ചു. അത് നിങ്ങളുടെ കച്ചവടത്തെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്? ടിക്കറ്റ് 10 എടുക്കുന്നവരും അത് 2 എടുക്കുന്ന പ്രൈസ് ഇല്ലാത്തതുകൊണ്ട് ആരും എടുക്കുന്നില്ല. പ്രൈസ് കൂടിയാലേ ആൾക്കാരുണ്ടാവും. നേരത്തെ 10 എടുത്തോണ്ടിരുന്നവർ 2 എടുക്കും. 2 ഇപ്പൊ ടിക്കറ്റ് മിച്ചം വരാറുണ്ടോ? ഉണ്ട്. എല്ലാ ദിവസവും വരും? എല്ലാ ദിവസവും ഇല്ല, ചില ദിവസങ്ങളിൽ മിച്ചം വരും. അപ്പൊ അത് കയ്യിൽ നിന്ന് നഷ്ടമാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന പൈസയും തീരെ കുറച്ചു സർക്കാർ. ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ? എന്താണ് അത് വേണം, മാനം. പ്രൈസ് അടിക്കണം, പ്രൈസ് വേണം. അതുപോലെ നമുക്ക് കമ്മിഴങ്ങും കൂട്ടണം. നല്ല ഇതും കൊണ്ട് പോകാൻ നമുക്ക് ജീവിക്കാൻ പറ്റും. അതുപോലെ ഗുളിക കഴിക്കുന്ന ഗുളികം മേടിക്കണം.
ഇത് പ്രൈവറ്റ് ചെയ്യുന്ന മുറിയാ. അതിന് പോലും ഇപ്പൊ പറ്റുന്നില്ല. ഇല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരം മേടിക്കാൻ പോലും വലിയ പാടാ, ബുദ്ധിമുട്ടാ. കച്ചവടം മുഴുവൻ പോയി, നഷ്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആൾക്കാർ ടിക്കറ്റ് എടുക്കൽ കുറവാണ്. പണ്ട് 40 രൂപ ടിക്കറ്റ് ഉണ്ടാകുമ്പോൾ 12 ടിക്കറ്റൊക്കെ എടുത്തിരുന്നത് ഇപ്പോൾ 6 ടിക്കറ്റ് 5 ടിക്കറ്റൊക്കെ കുറഞ്ഞു പോയി. അല്ലെങ്കിൽ GST വന്നതോട് കൂടിയിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് കൂടി, കമ്മീഷൻ വെച്ചാൽ കുറഞ്ഞു, എല്ലാം നഷ്ടത്തിലാണ് പോണത്. അന്നന്ന് ഇത് വിറ്റ് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ പാടാണ്. വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ കൊണ്ട് നടന്ന് വിൽക്കുന്നവർ എല്ലാവരും കച്ചവടം നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പാവപ്പെട്ടവരുടെ സർക്കാരാണ്, എല്ലാവരെയും സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? ഒന്നുമില്ല, എല്ലാ മേഖലകളും നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സർക്കാർ പാവപ്പെട്ടവരെ നിഷേധിക്കുന്ന ഒരു നിലപാടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആ രീതികളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എല്ലാം കൊണ്ടും നഷ്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത തവണ പിണറായി സർക്കാർ വിജയത്തിൽ എത്താൻ സാധ്യതയുണ്ടോ? ഒരു പ്രതീക്ഷയും കിട്ടുന്നില്ല, പ്രതീക്ഷകളൊന്നുമില്ല. അവര് കിട്ടുമെന്ന് പറയുന്നുണ്ട്, എന്തോ തീർത്തൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ കേട്ടതാണ് സത്യം. കേന്ദ്ര ഗവൺമെൻറ് GST കൂട്ടിയപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് ലോട്ടറിക്ക് വില കൂട്ടിയപ്പോഴും പാവപ്പെട്ട കുറച്ച് വിൽപ്പനക്കാരുടെ മേലാണ് അത് ക്ഷതമേൽപ്പിച്ചിരിക്കുന്നത്. ഇതിലാരാണ് കുറ്റക്കാർ? കേന്ദ്ര ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ? നിങ്ങൾ പറയുക.